ഹലോ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ് ചില സമയത്ത് നമ്മളെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കി കളയുന്ന കാര്യങ്ങളാണ്. അത് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ഐ ഹാവ് എ കാർ. എനിക്കുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഐ ഹാവ് ഉപയോഗിക്കുന്നത്. സോ ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാറുണ്ട് എന്നാണ്, അല്ലേ? ഐ ഹാവ് എ കാർ. ഇനി ഇല്ല എന്ന് പറയാനാണ്, എനിക്കില്ല എന്ന് പറയാനാണ് നമ്മൾ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കാറില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എ കാർ. അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ എന്താണ്? ഐ ഹാവ്. അപ്പോൾ നിങ്ങൾ ഐ ഹാവ് എന്ന് വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട്, ഐ ഹാവ് ക്ലാസ്. എനിക്കൊരു പരിപാടിയുണ്ട്, ഐ ഹാവ് എ പ്രോഗ്രാം. എനിക്ക് ഒരു ഫങ്ഷൻ ഉണ്ട്, ഐ ഹാവ് എ ഫങ്ഷൻ. അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാനാണ് ഐ ഹാവ്. എനിക്കില്ല എന്ന് പറയാനാണ് ഐ ഡോണ്ട് ഹാവ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, ഐ ഡോണ്ട് ഹാവ് മണി. എനിക്ക് പരിപാടിയില്ല, ഐ ഡോണ്ട് ഹാവ് എനി പ്രോഗ്രാം. അങ്ങനെ ഇല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ്, ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ്. ഓക്കെ. ഇനി പിന്നെ ഇത് ഏത് ടെൻസാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രസൻറ്റ് ടെൻസാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് കേട്ടോ. ടെൻസ് വൈസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇത് അതിൻ്റെ നെഗറ്റീവാണ്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നെഗറ്റീവാണ് ഇത് ഐ ഡോണ്ട് ഹാവ് എ കാർ എന്നുള്ളത്. ഇനി അടുത്തത് ഷീ ഹാസ് എ പെറ്റ്. ഇതേപോലെ തന്നെ അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? അവിടെ നമുക്ക് ഷീ ഹാവ് എന്ന് പറയാൻ കഴിയില്ല, ഷീ ഹാസ് ആണ്. ഷീ എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. സോ ഷീ ഹാസ് എ പെറ്റ്. അവൾക്ക് എന്തുണ്ട്? അവൾക്കൊരു പെറ്റുണ്ട്. ഇനി അവൾക്ക് പെറ്റില്ല എന്ന് പറയാനോ? അവിടെ നമ്മൾ ഷി ഡസൻറ്റ് ഹാവ് എ പെറ്റ് എന്നാണ് പറയുക. ഷി ഡസൻറ്റ് ഹാവ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഡസൻറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാവേ ഉപയോഗിക്കുള്ളൂ. സോ ഷി ഡസൻറ്റ് ഹാവ് എ പെറ്റ്. അവൾക്ക് പെറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് ക്ലാസ് ഉണ്ട്, ഷി ഹാസ് ക്ലാസ്. അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പരിപാടിയുണ്ട്, ഷി ഹാസ് എ പ്രോഗ്രാം, ഷി ഹാസ് ഫങ്ഷൻ, ഷി ഹാസ് സം വർക്ക്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അത് അവൾ അല്ലെങ്കിൽ അവൻ ഇങ്ങനത്തെയൊക്കെ സബ്ജക്റ്റുകൾ വരുമ്പോൾ. ഇനി ഇത് ഇല്ല എന്ന് പറയുമ്പോഴെന്താ? ഷി ഡസൻറ്റ് ഹാവ്. അപ്പോൾ ഇതിങ്ങനെ നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് വരണം. ഷീ ഹാസ്, ഷി ഡസൻറ്റ് ഹാവ്. ഹി ഹാസ്, ഹി ഡസൻറ്റ് ഹാവ്. ഐ ഹാവ്, ഐ ഡോണ്ട് ഹാവ്. അപ്പോൾ അതൊരു പ്രാക്ടീസാണ്. അത് നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് കേട്ടോ. ഷീ ഹാസ് എ പെറ്റ് എന്നുള്ളത് ടെൻസ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ നെഗറ്റീവാണ് ഷീ ഡസൻറ്റ് ഹാവ് എ പെറ്റ് എന്നുള്ളത്. അടുത്ത് നോക്കൂ, ഹി ഹാഡ് എ വർക്ക്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അയാൾക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവനുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ജോലി ഉണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. ഹി ഹാഡ് വർക്ക്. അയാൾക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, ഇത് പ്രസൻ്റ് അല്ല. ഇവിടെ ഹാഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാഡ് ഉപയോഗിക്കാം. ഐ ഹാഡ് എന്ന് പറയാം, ഷീ ഹാഡ് എന്ന് പറയാം, വി ഹാഡ് എന്ന് പറയാം, ദേ ഹാഡ് എന്ന് പറയാം, എവ്രി വൺ ഹാഡ് എന്ന് പറയാം. അതൊക്കെ പറയാം. ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഹി ഹാഡ് വർക്ക്. അവൻ എന്തുണ്ടായിരുന്നു? വർക്ക് ഉണ്ടായിരുന്നു. ഇതേ സംഗതി നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഹി ഡിഡിൻ ഹാവ് വർക്ക് എന്നുള്ളതാണ്. ഹി ഹാഡിൻ്റെ വർക്ക് എന്നല്ല നമ്മൾ പറയുക, ഹി ഡിഡിൻ ഹാവ് വർക്ക്. അവിടെ ഡിഡ് നോട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കുന്നു. വീണ്ടും ഒരു ഹാവ് നമ്മളവിടെ ചേർക്കുന്നു. ഡിഡിൻ ഹാഡ് എന്ന് പറയില്ല, ഡിഡിൻ ഹാവ്. അപ്പോൾ അവനില്ലായിരുന്നു അല്ലെങ്കിൽ അവൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പറയാ? ഹി ഡിഡിൻ ഹാവ് വർക്ക്. അവന് വർക്ക് ഇല്ലായിരുന്നു. ഹി ഡിഡിൻ ഹാവ് ക്ലാസ്. അവന് ക്ലാസ് ഇല്ലായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നില്ല ആ അർത്ഥത്തിൽ. ഓക്കെ. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഹാഡാണ് ഉപയോഗിക്കുക. ഹി ഹാഡ് വർക്ക്, ഹി ഡിഡിൻ ഹാവ് വർക്ക്. ഇനി അടുത്തത് നോക്കൂ, ഐ ക്യാൻ ഡു ഇറ്റ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? കഴിയുക എന്ന് പറയില്ലേ? സോ ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എനിക്ക് കഴിയും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അവന് കഴിയും, അവൾക്ക് കഴിയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്യാനാണ് ഉപയോഗിക്കുക. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ചെയ്യാൻ കഴിയും. ഇനി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഐ കാൺ ഡു ഇറ്റ്. ഐ കനോട്ട് എന്നുള്ളതിനെ ഷോർട്ട് ആക്കുമ്പോഴാണ് ഐ കാൺട്ട് ഡു ഇറ്റ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ എനിക്ക് കഴിയും എന്ന് പറയാൻ ഐ ക്യാൻ, എനിക്ക് കഴിയില്ല എന്ന് പറയാൻ ഐ കാൺട്ട്. ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് ക്യാൻ, കനോട്ട് എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ കഴിയുമെന്ന് പറയാൻ ഐ ക്യാൻ, കഴിയില്ല എന്ന് പറയാൻ ഐ കനോട്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് വി കുഡ് മീറ്റ് ഹിം. ഇവിടെ ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് എന്ത്? കുഡ് എന്നുള്ളത്. അപ്പോൾ അതൊരു പാസ്റ്റ് ടെൻസാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. വി കുഡ് മീറ്റ് ഹിം. അതിന് മീനിങ് എന്താ? ഞങ്ങൾക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പാസ്റ്റാണ് കേട്ടോ. സോ വി കുഡ് മീറ്റ് ഹിം. ഈ ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്, അത് കുഡാണ്.
സോ വി കുഡ് മീറ്റ് ഹിം, ഞങ്ങൾക്ക് അവനെ മീറ്റ് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഗതിയാണ്. സോ വി കുഡ് മീറ്റ് ഹിം. ഇനി അതിൻ്റെ നെഗറ്റീവാണ് എന്ത്? വി കുഡൻറ്റ് മീറ്റ് ഹിം. ആ കുഡ് എന്നുള്ളതിൻ്റെ ശേഷം നമ്മളൊരു നോട്ട് ചേർക്കുക. സോ വി കുഡൻറ്റ് മീറ്റ് ഹിം. മീനിങ് എന്താ വരിക? ഞങ്ങൾക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിയില്ല എന്നല്ല കേട്ടോ, കഴിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ക്യാൻ എന്നാ പറയാം, കാരണം അത് പ്രസൻറ്റിലാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞില്ല എന്ന് പറയുന്ന സംഗതി പാസ്റ്റിൽ കഴിഞ്ഞില്ല എന്നാണ് പറയണത്. സോ വി കുഡൻറ്റ് മീറ്റ് ഹിം, ഞങ്ങൾക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാനും കുഡൊക്കെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റുകളുടെ കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. സോ വി കുഡ് മീറ്റ് ഹിം, വി കുഡൻറ്റ് മീറ്റ് ഹിം. ആൻഡ് ഫൈനലി ദേ ഡിഡ് ഹോംവർക്ക്. അവരെന്ത് ചെയ്തു? അവർ ഹോംവർക്ക് ചെയ്തു. ഇവിടെയും സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് ഡിഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഡു അല്ല ഡിഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ദേ ഡിഡ് ഹോംവർക്ക്, അവരെന്ത് ചെയ്തു? ഹോംവർക്ക് ചെയ്തു. അപ്പോൾ അവർ ചെയ്തു എന്നാണ് പറയുന്നത്. സോ ദേ ഡിഡ്. ഇനി അതിൻ്റെ നേരെ പാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഡിഡൻറ്റ് ഡു. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഡിഡൻറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ വീണ്ടും നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. അവിടെ പിന്നെ നമ്മൾ പാസ്റ്റ് ഫോം വേറെ ഉപയോഗിക്കില്ല, കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഡിഡ് എന്ന് പറയുന്ന പാസ്റ്റ് ഫോം നമ്മൾ ഉപയോഗിച്ചു. പിന്നെ ഇവിടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? സോ ദേ ഡിഡൻറ്റ് ഡു ഹോംവർക്ക്. ദേ ഡിഡ് ഹോംവർക്ക്, ദേ ഡിഡൻറ്റ് ഡു ഹോംവർക്ക്. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങൾ നമ്മൾ സ്പീക്കിങ്ങിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് ആലോചിക്കാൻ സമയം കിട്ടില്ല, പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഫ്ലുവൻസിയുടെ പ്രധാനപ്പെട്ടുള്ള ഒരു ഭാഗമാണ് ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എനിക്ക് കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. 1-on-1 സ്പീക്കിംഗ് ആണ്. ട്രെയിനറും ട്രെയിനിയും തമ്മിൽ നടക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെ നിങ്ങളെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളാണ്. ഏത് ലെവലിലുള്ള കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. ഐ വിൽ ബി ബാക്ക് സൂൺ അഗെയിൻ വിത്ത് അനദർ യൂസ്ഫുൾ ലെസൺ. ടിൽ ദെൻ, ബൈ ബൈ.